15-ാം നൂറ്റാണ്ടാണ് കാലം. ബ്രിട്ടീഷുകാർ തന്റെ ഗ്രാമം ആക്രമിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വധിച്ചപ്പോൾ ജോവാൻ മാത്രം രക്ഷപ്പെട്ടു. 16 വയസ്സുള്ളപ്പോൾ അവൾ കൊട്ടാരത്തിലെത്തി രാജകുമാരൻ ചാൾസ് ഏഴാമനെ കണ്ടു. ഫ്രാൻസിനെ രക്ഷിക്കാനുള്ള ദൗത്യം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു. ചാൾസ് അവൾക്കൊരു സൈന്യത്തെ നൽകുന്നു. ആ സൈന്യവുമായി ജോവാൻ ഇംഗ്ലീഷ് പടയ്ക്കെതിരെ കുതിച്ചു. അവൾ വിജയിച്ചു. പക്ഷേ ജോവാനെ കാത്തിരുന്നത് ക്രൂരമായ വിധിയായിരുന്നു. 1412 ജനുവരി 6-ന് ഫ്രാൻസിലെ ഒരു കർഷക കുടുംബത്തിലായിരുന്നു ജോവാന ഫാർക്ക് ജനിച്ചത്. 1420-ൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ രക്തരൂക്ഷിതമായ യുദ്ധം ആരംഭിച്ചു. ഇംഗ്ലീഷ് സൈന്യവും അവരെ പിന്തുണയ്ക്കുന്ന ബർഗണ്ടിക്കാരും ഫ്രാൻസിനെ ആക്രമിക്കുന്നു. ഫ്രാൻസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ദിവ്യാത്ഭുതത്തിന് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ. വടക്കു കിഴക്കൻ ഫ്രാൻസിലെ ബെറേബി എന്ന ഗ്രാമത്തിൽ തൻ്റെ ബാല്യം ചെലവഴിക്കുകയാണ് കർഷക കുടുംബത്തിലെ അംഗമായ ജോവാൻ. ഗ്രാമത്തിലെ പാടങ്ങളിലൂടെ ഓടി നടക്കുന്നതിനിടയിൽ അവൾ കാൽ തെറ്റി വീഴുന്നു. വീണു കിടക്കുന്നതിനിടെ ജോവാന് ഒരു ദർശനമുണ്ടാകുന്നു. ജോവാൻ എന്നാരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവളുടെ സമീപത്തെ പുല്ലിൽ ഉരുക്കിൽ തീർത്ത ഒരു വാൾ കിടപ്പുണ്ടായിരുന്നു. തിരികെ ഗ്രാമത്തിലെത്തുന്ന ജോവാൻ തന്റെ ഗ്രാമത്തെ ഇംഗ്ലീഷുകാർ ആക്രമിച്ച് നശിപ്പിക്കുന്നതാണ് കാണുന്നത്. മൂത്ത സഹോദരി കാതറിൻ അവളെ രക്ഷപ്പെടുത്തുന്നു. തന്റെ സഹോദരി കാതറിനെ ഇംഗ്ലീഷ് സൈനികർ അതിക്രൂരമായി കൊല്ലുന്നതിന് ജോവാൻ സാക്ഷിയായി. 8-ാം വയസ്സിൽ തന്റെ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ആ ബാലിക ഞെട്ടലിൽ നിന്നുണരാൻ ദിവസങ്ങളെടുത്തു. അവൾ തന്റെ കൈവശമുള്ള കുരിശിൽ തടവിക്കൊണ്ടിരുന്നു. അകന്ന ബന്ധുക്കൾ ജോവാനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജോവാൻ ആരോടും മിണ്ടുന്നില്ല. പക്ഷേ അവളുടെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ജോവാൻ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടും മടങ്ങി വന്നു. തനിക്കൊരു വൈദികനെ കാണണമെന്ന് ജോവാൻ തൻ്റെ ബന്ധുക്കളോട് ആവശ്യപ്പെടുന്നു. അവർ അവളെ തങ്ങളുടെ വീടിന് സമീപമുള്ള പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പള്ളിയിലെത്തിയ അവൾ പാതിരിയോട് ചോദിച്ചു, എൻ്റെ കുടുംബം എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ദൈവത്തിനു മാത്രമേ അതിന് ഉത്തരം നൽകാൻ കഴിയൂ, പാതിരി പറഞ്ഞു. യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു, പക്ഷേ എനിക്ക് കഴിയില്ല. ഇംഗ്ലീഷുകാർ നരകത്തിലെ തീയിൽ എരിയണമെന്നാണ് എൻ്റെ ആവശ്യം. ജോവാൻ, നീ ക്ഷമിക്കാൻ പഠിക്കണം. പ്രതികാരത്തിലൂടെ ഒരിക്കലും സമാധാനം ലഭിക്കില്ല, പാതിരി പറഞ്ഞു. അവർക്ക് ജീവൻ ആര് നൽകും? എനിക്ക് പകരം അവരെ എന്തിന് ദൈവം വിളിച്ചു? അവൾ ചോദിച്ചു. ദൈവം എന്തിനെന്നെ രക്ഷിച്ചു? ദൈവനിശ്ചയം എന്താണെന്ന് എനിക്കറിയില്ല, പാതിരി മറുപടി നൽകി. പക്ഷേ അദ്ദേഹത്തിനൊരു കാരണം കാണും. ഉയർന്ന ഏതോ കാര്യത്തിനായി അദ്ദേഹം നിന്നെ വിളിക്കുമായിരിക്കും. 8 വർഷങ്ങൾ കഴിഞ്ഞു. 1428-ൽ ചാൾസ് ഏഴാമനെ കാണാൻ ജോവാൻ ഷിനോണിലെത്തി. 10 വയസ്സു മുതൽ തന്നെ പിന്തുടരുന്ന ദൈവികമായ വെളിപാടുകളെക്കുറിച്ച് ജോവാൻ രാജകുമാരനോട് സംസാരിക്കുന്നു. വിചിത്രമായൊരു കാറ്റടിക്കുന്നതും എന്നെ ആരോ വിളിക്കുന്നതും പോലെ എനിക്ക് തോന്നി. വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ നിന്ന് തിരികെ വരുമ്പോൾ അതേ തീക്ഷണമായ കാറ്റ് വീണ്ടും വീശി. പിന്നെ ആകാശത്തിന് നടുവിൽ ഒരു രൂപം പ്രത്യക്ഷമായി. ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു അത്. എല്ലാം വളരെ വേഗത്തിൽ നീങ്ങുകയായിരുന്നു. കാറ്റും മേഘങ്ങളും. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല, ശ്വാസം വിടാൻ കഴിഞ്ഞില്ല. ഞാൻ വല്ലാതെ ഭയന്നു. അദ്ദേഹം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ജോവാൻ ചാൾസിനോട് പറഞ്ഞു. എന്നോടൊപ്പം നല്ല പടനായകന്മാരുണ്ട്. ഞാൻ വേഗത്തിൽ പഠിച്ചോളാം. എന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കണമെന്നുണ്ട് ജോവാൻ, ബിഷപ്പ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമെന്ന് ദൈവത്തിന് തോന്നിയിരുന്നെങ്കിൽ ദൈവം സൂചന തന്നേനെ. നിനക്ക് എന്തെങ്കിലും കാണിക്കാൻ കഴിയുമോ? നീ ദൈവത്തിൻ്റെ സന്ദേശവാഹകയാണെന്നതിന് എന്തെങ്കിലും തെളിവ്? ഞാനിവിടെ ചെപ്പടി വിദ്യ കാണിക്കാൻ വന്നതല്ല, ജോവാൻ മറുപടി നൽകി. നിങ്ങളൊക്കെ എന്നേക്കാൾ സമർത്ഥരാണ്. എയും ബിയും തിരിച്ചറിയാൻ എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം,
ഫ്രഞ്ച് ജനം രക്തം വാർന്ന് കിടക്കുമ്പോൾ ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങൾ എന്നെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. എന്നിട്ടും 500 കാതം ദൂരം ശത്രുരാജ്യങ്ങളിലൂടെ എനിക്ക് വഴികാട്ടിയ ദൈവത്തിൻ്റെ കൈ നിങ്ങൾ കാണുന്നില്ല. ജോവാൻ പറഞ്ഞ കഥ വിശ്വസിച്ച ചാൾസ് ഏഴാമൻ അവളെ ഓർലിയോണിലെ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ കമാൻഡറായ ഷാന്ത് റുവായുടെ അടുത്തേക്ക് അയക്കുന്നു. പിറ്റേന്ന് ജോവാന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് സൈന്യം ഇംഗ്ലീഷ് കോട്ട ആക്രമിക്കുന്നു. ജോവാന്റെ യുദ്ധതന്ത്രങ്ങൾ അനുസരിക്കാൻ ഫ്രഞ്ച് കമാൻഡർമാർ വിസമ്മതിച്ചു. പക്ഷേ ജോവാൻ തൻ്റെ സൈന്യത്തെ ധീരമായി നയിച്ചു. ഓർലിയോൺ പിടിച്ചെടുത്തതുകൊണ്ട് ജോവാൻ അടങ്ങിയില്ല. ഇന്ന് രാവിലെ ദൈവം നമുക്കൊരു മഹത്തായ വിജയം സമ്മാനിച്ചു. ഇതിലും വലുതാണ് അദ്ദേഹം നൽകാൻ പോകുന്ന സമ്മാനം. നിങ്ങളെല്ലാവരും വിശപ്പ് കാരണം ക്ഷീണിതരാണ്. പക്ഷേ ഇന്ന് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലീഷുകാരെ ഉന്നതങ്ങളിൽ നിന്ന് വലിച്ച് താഴെയിടണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുന്നവർ എന്നോടൊപ്പം വരൂ. ജോവാന്റെ സൈന്യം ഇംഗ്ലീഷ് സൈന്യത്തെ ദുർബലപ്പെടുത്തി. ഇംഗ്ലീഷ് സൈന്യം പിൻവാങ്ങാൻ തുടങ്ങി. നോക്കി നിന്ന ഫ്രഞ്ച് സൈന്യം വിജയഭേരി മുഴക്കി. തൻ്റെ പ്രാർത്ഥന ഫലിച്ചത് കണ്ടപ്പോൾ ജോവാൻ വികാരഭരിതയായി. ഇതിനെയാണ് ദിവ്യാത്ഭുതം എന്ന് പറയുന്നത്. തൻ്റെ വെള്ളക്കുതിരയിൽ അവൾ ഇംഗ്ലീഷ് സൈന്യത്തെ മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്നിട്ട് അവരെ ഓടിച്ചു. ഫ്രാൻസ് സ്വതന്ത്രമാണ്, ദൂതൻ ചാൾസ് ഏഴാമനെ അറിയിച്ചു. റീംസിൽ വെച്ച് ചാൾസ് ഏഴാമന്റെ കിരീടധാരണം നടന്നു. 1430 മാർച്ചിൽ കൊക്ബിയാന എന്ന സ്ഥലത്ത് വെച്ച് ഇംഗ്ലീഷുകാരെ അനുകൂലിക്കുന്ന ബർഗണ്ടികൾ ജോവാനെ പിടികൂടുന്നു. തറയിലേക്ക് വീഴുമ്പോഴും ജോവാന് ദൈവദർശനമുണ്ടാകുന്നു. ഇംഗ്ലണ്ടിന്റെ ചക്രവർത്തി ജോൺ രണ്ടാമൻ അവളെ കത്തിച്ച് കൊന്നേരെ എന്ന് ഉത്തരവിടുന്നു. വിചാരണയ്ക്ക് ശേഷം ദൈവിക കോടതി ജോവാന് വധശിക്ഷ വിധിക്കുന്നു. 1431 മെയ് 30 ജോവാൻ ഓഫ് ആർക്കിനെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് തീ കൊളുത്തി കൊല്ലുന്നു. മരിക്കുമ്പോൾ ജോവാന് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 1920 വത്തിക്കാൻ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.